നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ ഇന്ത്യയെ കാർഗിൽ യുദ്ധത്തിൽ സഹായിച്ചിട്ടുണ്ട്. മെയ് 1999 ഇന്ത്യ സ്വന്തം ഭൂമിയിൽ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യുദ്ധത്തിന്റെ മിഡിൽ ആയപ്പോഴത്തേക്കും വളരെയേറെ കാഷ്വാലിറ്റീസ് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നു. മലമുകളിൽ ഒളിഞ്ഞിരുന്ന് വെടിയുതിർക്കുന്ന 3000-ഓളം പാകിസ്ഥാൻ സൈനികരോട് യുദ്ധം ചെയ്ത് ഇന്ത്യയുടെ വളരെ ജവാന്മാർക്ക് പരിക്കേൽക്കുകയും വീരമൃത്യു വരിക്കുകയും ചെയ്തു. അതുപോലെ മലമുകളിൽ നിന്ന് ഉതിർക്കുന്ന സ്റ്റിംഗർ മിസൈലുകൾ ഏറ്റ് ഇന്ത്യയുടെ വളരെ ജെറ്റുകൾക്ക് നാശനഷ്ടവും ചിലത് നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതുപോലുള്ള ഒരു സാഹചര്യം ഇന്ത്യ ഇതിനു മുമ്പ് നേരിട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ ഇന്ത്യയുടെ പക്കൽ GPS പോലും ഇല്ലായിരുന്നു. ഇന്ത്യക്ക് വളരെയേറെ മോഡേൺ ടെക്നോളജിയും ലേറ്റസ്റ്റ് വെപ്പൺസിൻ്റെയും ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ പോക്ര ന്യൂക്ലിയർ ടെസ്റ്റ് ഇന്ത്യ നടത്തിയത് കാരണം അമേരിക്ക ഇന്ത്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അത് കാരണം ലോകത്ത് എവിടെ നിന്നും ഇന്ത്യക്ക് ടെക്നോളജി ലഭ്യമാക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. എന്നാൽ ഒരു രാജ്യം ഇന്ത്യക്ക് സഹായത്തിന് മുന്നോട്ട് വന്നു. അതായിരുന്നു ഇസ്രായേൽ. അമേരിക്കയോടുള്ള സൗഹൃദം പോലും മറികടന്ന് ഇന്ത്യയെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു ഇസ്രായേൽ. ഇസ്രായേൽ ഇന്ത്യക്ക് ലേസർ ഗൈഡഡ് മിസൈലും സർവൈലൻസ് ഡ്രോണും നൽകി. അതുപോലെ ഇതാണ് ലൈറ്റ്നിങ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ ടാർഗറ്റിംഗ് പോസ്റ്റ്. ഇത് വിമാനങ്ങൾ ഘടിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഇത് ഉപയോഗിച്ച് ശത്രുവിനെ പകലും രാത്രിയും വളരെ കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയും. അതുപോലെ ശത്രുവിനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ശത്രുവിനെ നശിപ്പിക്കാൻ കഴിയും ഈ ടെക്നോളജി ഉപയോഗിച്ച്. ഇസ്രായേൽ നൽകിയ ടെക്നോളജീസ് കാരണം ഇന്ത്യക്ക് ഈ യുദ്ധത്തിൽ വളരെയേറെ അഡ്വാൻറ്റേജ് ലഭിച്ചു. ഇന്ത്യൻ ജെറ്റുകൾ പാകിസ്ഥാൻ ബങ്കറുകളുടെ മേളിൽ മരണം വിതയ്ക്കുകയായിരുന്നു. കരസേന മലമുകളിൽ കയറി പാകിസ്ഥാൻ ബങ്കറുകളെ കീഴടക്കുകയും അങ്ങനെ ഇന്ത്യക്ക് കാർഗിൽ വിജയം ലഭിക്കുകയും ചെയ്തു. ഇതുപോലുള്ള ഇൻഫോർമേഷനിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.